ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് മത്തി മീൻ വെച്ചിട്ടുള്ള അച്ചാറാണ്. നമ്മുടെ അച്ചാറിന് വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോയോളം മത്തി നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിന് പകരം ഞാനിവിടെ വിനാഗിരി ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ മീൻ വറുത്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ല, നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും. നമുക്കിനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ ഇതിലിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമൊക്കെ നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം ഒരു അരമണിക്കൂറേലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് ഇതിലേക്ക് നമ്മളുടെ ഉപ്പും അതുപോലെ എരിവുമൊക്കെ പിടിച്ച് കിട്ടും. ഇനി നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിലും നമുക്കിതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം. പക്ഷേ അതൊക്കെ ചേർത്താൽ ചിലപ്പോൾ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ അങ്ങ് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിന്ന് പച്ചമുളക് ഇവിടെ എടുക്കുന്നില്ല. അതിന് പകരം മുളക് പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അച്ചാറിലേക്കൊക്കെ ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടി വിനാഗിരി നമ്മൾ ഈ മീൻ അച്ചാറിടുമ്പോൾ എടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മീനിലേക്ക് ഈ പുളിയൊക്കെ പിടിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും വിനാഗിരിയുടെ അളവ് സാധാരണ ബാക്കിയുള്ള അച്ചാറിലൊക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വേണം ഇതിലേക്ക് യൂസ് ചെയ്യാൻ. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള എണ്ണ, വെളിച്ചെണ്ണ നമ്മളിതിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ നന്നായി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഈ മീൻ വറക്കുമ്പോൾ നല്ലതായിട്ട് മൊരിച്ച് തന്നെ ഇത് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഞാൻ നമ്മുടെ മീനെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം, ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ മീനെല്ലാം കോരി മാറ്റിയതിന് ശേഷം ആ സെയിം പാനിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇപ്പോൾ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഈ ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെയും ഒക്കെ ആ വെള്ളമയം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ഇടാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിലും കുറച്ചുകൂടി മുളക് പൊടി ഇപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. നമ്മുടെ അടുപ്പിൽ തീരെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ഇടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് ഒരല്പം കായപ്പൊടി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉലുവാപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ വറുത്തപ്പോൾ ഓൾറെഡി മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്.
എന്നിരുന്നാലും നമ്മളുടെ വിനാഗിരിയുടെ പുളിയെക്കാട്ടിലും കുറച്ചുകൂടി നമ്മുടെ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഉപ്പും അതുപോലെ വിനാഗിരിയുടെ പുളിയുമൊക്കെ മതിയൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വിനാഗിരിയും അതുപോലെ ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ വിനാഗിരി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേടുകൂടാതെ കുറേയേറെ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ പുളിയൊക്കെ പിടിച്ച് കുറച്ചുകൂടി രുചിയുണ്ടായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.